ഞാനീ പോകുന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ്, അതും തഞ്ചാവൂരിലേക്ക്. തഞ്ചാവൂർ കാണുക എന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. 4:30 തഞ്ചാവൂർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തന്നെ ഫ്രഷപ്പായി ഒരു ഓട്ടോ എടുത്ത് നേരെ തഞ്ചാവൂരിലേക്കും. ഇന്ന് തഞ്ചാവൂർ വിസിറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് എത്തിയത് ഞാനായിരിക്കും. കുറച്ച് സെക്യൂരിറ്റീസും അവിടുത്തെ ജോലിക്കാരും അല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ തഞ്ചാവൂർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ശരിക്കും ചോളഭരണ കാലത്ത് അവിടെ എത്തിയൊരു പ്രതീതിയായിരുന്നു. ഇങ്ങനെ തഞ്ചാവൂർ കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു ട്രിപ്പ് വന്നതിൻ്റെ ആണോ അല്ല ഒരുപാട് കാലത്തെ ആഗ്രഹം സാധിച്ചതിൻ്റെ ആണോ എന്നറിയില്ല. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പ്ലേസ് അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ കാണണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് സമയത്ത് അവിടെ എത്തണം എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് സൺറൈസ് ഞാൻ അന്ന് അവിടെ ഇരുന്ന് കണ്ടു. 1000 വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോഴൻ ഒന്നാമൻ പണി കഴിപ്പിച്ച ഒരു ആർക്കിടെക്ചർ വിസ്മയമാണ് തഞ്ചാവൂർ. 10 ആനയുടെ ഭാരം വരുന്ന മകുടമാണ് ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ളത്. ഒറ്റക്കല്ലിൽ തീർത്ത ഈ മകുടം 1000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ എത്തിച്ചതെന്ന് ഇന്നൊരു മിസ്റ്ററിയാണ്. നിഴല് പോലും നിലത്ത് പതിക്കാത്ത ഈ നിർമ്മിതി ഒരു വിസ്മയം തന്നെയാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. ഒറ്റയ്ക്കുള്ള ഈ യാത്ര അടിപൊളിയായിരുന്നെങ്കിലും അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.